എല്ലാ പ്രിയപ്പെട്ട സ്റ്റുഡൻസിനും നമസ്കാരം. സെറ്റിന്റെ അടുത്തൊരു വീഡിയോ ആണ്. ഇനി ഒരു 3-4 ദിവസം കൂടിയുള്ള സെറ്റ് എക്സാമിന്. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. പ്രാവശ്യം തന്നെ സെറ്റ് ക്ലിയർ ചെയ്യണം. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ മോഡേണിസ്റ്റ് റൈറ്റേഴ്സിനെയാണ് നോക്കുന്നത്. ഏലിയറ്റ് തുടങ്ങി ലോറൻസ് വരെയുള്ള ഒരു കുറച്ച് ആൾക്കാരായിരിക്കും നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ഇന്നലത്തെ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്യാൻ ഞാൻ സാധാരണ പറയുന്ന പോലെ തന്നെ പ്ലേലിസ്റ്റിൽ നിങ്ങളിത് ഈ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അതിന്റെ സൈഡിലായിട്ട് പ്ലേലിസ്റ്റ് ഉണ്ടായിരിക്കും. ആ പ്ലേലിസ്റ്റിൽ കയറി നിങ്ങൾക്ക് വീഡിയോ കാണാം. ഇതുപോലത്തെ കുറേ അധികം ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് അതിൽ കിടപ്പുണ്ടായിരിക്കും. സോ ചെക്ക്ഔട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കാം. ഈ വീഡിയോ പ്രിയപ്പെട്ട കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. സോ ഇന്നും ബേസിക്കലി ലിറ്ററേച്ചറിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഫുൾ ക്വസ്റ്റ്യൻസ് ഉള്ളത്. മോഡേണിസ്റ്റ് റൈറ്റേഴ്സിനെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഏലിയറ്റിൽ തൊട്ട് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. സോ എനിവേ വിൽ സ്റ്റാർട്ട്. Eliot's sequence of 4 poems addressing time, spirituality, and place names, published together in 1943, is titled 1943 ഇറങ്ങിയ ഏലിയറ്റിന്റെ ടൈം, സ്പിരിച്വാലിറ്റി, പ്ലേസ് ഒക്കെ ചേർന്ന് വരുന്ന തീമിലുള്ള പോയത്തിന്റെ പേര് ഏത്? 4 ക്വാർട്ടേഴ്സ് എന്നുള്ളതാണ് ഇതിന്റെ പേര്. കംപ്രൈസിങ് ഏതൊക്കെയാണ് അതിൽ വന്നിട്ടുള്ളത്? ബേർഡ് നോട്ടൺ, ഈസ് കോക്കർ, ദ ഡ്രൈ സാൽവേജസ്, ലിറ്റിൽ കിഡിങ്. ഇത്രയുമാണ് ആ 4 പോയംസ് ഒന്നിച്ച് വരുന്ന 4 ക്വാർട്ടേഴ്സിൽ എന്ന് പറയുന്ന അതിന്റെ പേര്. ഏലിയറ്റ്സ് വേഴ്സ് ഡ്രാമ മർഡർ ഇൻ ദ കത്തീഡ്രൽ 1935 ഇറങ്ങിയത് ഡ്രാമാറ്റൈസസ് ദ അസാസിനേഷൻ ഓഫ് തോമസ് ബെക്കറ്റ്. ഈ തോമസ് ബെക്കറ്റിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സെയിന്റ് തോമസ് ബെക്കറ്റ് എന്നുള്ള പേരിൽ 1935 ഇറങ്ങിയ ഈ ഡ്രാമ പറയുന്നത് 1170 ആർച്ച് ബിഷപ്പായിട്ട് മരിക്കേണ്ടി വന്ന തോമസ് ബെക്കറ്റ് എന്ന് പറയുന്ന സെയിന്റ് തോമസ് ബെക്കറ്റിന്റെ മർഡർ, അതായത് രാജാവിനെതിരെ പറയുകയും അദ്ദേഹത്തിനെ തിരിച്ച് ആ രാജ്യത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹത്തിനെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നതാണ് വന്നിട്ടുള്ളത്. സോ ആ ഒരു ഡ്രാമയുടെ ഒരു ചുരുങ്ങിയ ഇത് അതാണ്. ഇൻ 1927 എലിയറ്റ് കൺവേർട്ടഡ് ടു ആംഗ്ലോ കത്തോലിസിസം ആൻഡ് ഓൾസോ ബിക്കേം എ സിറ്റിസൺ ഓഫ് ബ്രിട്ടൻ. ഓക്കെ, അദ്ദേഹം വേറൊരു രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന ആളായിരുന്നു. ഓക്കെ. എലിയറ്റ്സ് പോയം ആഷ് വെൻസ്ഡേ 1930 ഇറങ്ങുന്ന ഈസ് നോട്ടബിൾ ആസ് ഹിസ് ഫസ്റ്റ് മേജർ വർക്ക് ഫോളോയിങ് ഹിസ് റിലീജിയസ് കൺവേർഷൻ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു വരിയൊക്കെ ഉണ്ട്, ക്ലാസിസിസ്റ്റ് ഇൻ വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആഷ് വെൻസ്ഡേ എന്ന് പറയുമ്പോൾ അദ്ദേഹം റിലീജിയസ് കൺവേർഷൻ ആവുന്നുണ്ട്. ഹിസ് റിഫ്ലക്ട്സ് എലിയറ്റ്സ് ന്യൂലി അഡോപ്റ്റഡ് ആംഗ്ലോ കത്തോലിക് ഫെയ്ത്ത്. ഞാനൊരു കത്തോലിക്കനാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഒരു 3 വാക്കുകൾ, 3 സ്മോൾ സെന്റൻസസ് അതിൽ വരുന്നുണ്ട്. Eliot founded and edited an influential literary quarterly from 1922 to 1939 titled എലിയറ്റ്. തുടങ്ങുകയും എഡിറ്റ് ചെയ്യുകയും ചെയ്ത അദ്ദേഹത്തിന്റെ ക്വാർട്ടർലിയുടെ പേരെന്താണെന്ന് ചോദിക്കുന്ന ബുക്കിന്റെ. ഓക്കെ, ഇത് ക്രൈറ്റീരിയൻ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അതിൽ മോഡേണിസ്റ്റ് റൈറ്റിംഗ്സും അതുപോലെ തന്നെ പെയിന്റിങ്സും എല്ലാം ഉൾപ്പെടുത്തിയ ഒരു മാഗസീൻ ആയിരുന്നു ദ ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത്. Eliot's light verse collection about feline characters, later adapted into a famous musical, is titled whatever. Old Possum, Book of Practical Cats. ഇത് 1939 ഇറങ്ങുന്നത്. This playful collection later inspired Andrew Lloyd Webber's musical Cats. Cats എന്ന് പറയുന്നത് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് വെബർ ഇറക്കിയതാണ്. അപ്പോൾ ഏലിയറ്റിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് വന്നിട്ടാണ് പിന്നീട് മ്യൂസിക്കൽ ആയിട്ടുള്ള കാറ്റ്സ് എന്ന് പറയുന്നത് വരുന്നത്. ഇവിടുത്തെ ചോദ്യം എലിയറ്റ്സ് ലൈറ്റ് വേർഷൻ കളക്ഷൻ എന്ന് പറയുന്ന മ്യൂസിക്കലി വരുന്നത് ഓൾഡ് പോസംസ് ബുക്ക് ഓഫ് പ്രാക്ടിക്കൽ കാറ്റ്സ്. ഏലിയറ്റ്സ് പോയം ദ ഹോളോ മാൻ 1925 ഇറങ്ങിയത്. സോ ഫേമസ് ഈസ് എസ്പെഷ്യലി നോൺ ഫോർ ഇറ്റ്സ് ക്ലോസിംഗ് ലൈൻ ഡിസ്ക്രൈബിംഗ് ഹൗ ദ വേൾഡ് എൻഡ്സ് നോട്ട് വിത്ത് എ ബാങ് ബട്ട് എ ബിങ്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രസകരമായ ഒരു വരിയാണ്, പൊട്ടിത്തെറിച്ചുകൊണ്ടല്ല ലോകം അവസാനിക്കുക, ഒരു മുരൾച്ചയോടുകൂടി ഏങ്ങി ഏങ്ങി അടിച്ചുകൊണ്ടാണിത് അവസാനിക്കുക എന്ന് പറയുന്നത്. സോ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ഫിലോസഫിക്കൽ റിലീജിയസ് ഔട്ട്പുട്ടിനെ നമുക്ക് കാണാൻ പറ്റും. കാരണം അദ്ദേഹം വേറെ ഒരു റിലീജിയസ് ബിലീഫിൽ നിന്നൊക്കെ വരുന്നത്. അദ്ദേഹത്തിന്റെ കൺവേർഷൻ ഒക്കെ ഒരാൾ മാറാൻ തുടങ്ങുമ്പോൾ തന്നെ അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. അതൊക്കെ നമുക്ക് ഇവിടെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റും. Eliot's early dramatic fragment,
സ്വീനിയ അഗ്നോസ് 1932 എഴുതിയത്. എക്സ്പെരിമെന്റ്സ് വിത്ത് റിതംസ് ഡ്രോൺ ഫ്രം ജാസ് മ്യൂസിക് ആൻഡ് പോപ്പുലർ സോങ്. ഓക്കെ. ദ എപ്പിഗ്രാഫ് ടു ദ വേസ്റ്റ് ലാൻഡ് 1922 ഇറങ്ങിയ 5 പാർട്ടുള്ള ദ വേസ്റ്റ് ലാൻഡ്. ഓക്കെ. റഫറൻസിങ് ദ സിബിൾ ഓഫ് ക്യൂമേ വിഷ് ടു ഡൈ ഈസ് ഡ്രോൺ ഫ്രം വിച്ച് ക്ലാസിക്കൽ ടെക്സ്റ്റ്? പെട്രോണിയസ് സറ്റൈറോ. ഇതിൽ നിന്നാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കുറെ അധികം, അതിൽ പറയുകയാണെങ്കിൽ, വേസ്റ്റ് ലാൻഡിൽ പറയുകയാണെങ്കിൽ കുറെ അധികം ക്യാരക്ടേഴ്സ് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ മിത്തോളജിയിൽ, ഗ്രീക്കാണ് കൂടുതലുള്ളത്. അതുപോലെ ഇഷ്ടം പോലെ റിലീജിയസ് ടെക്സ്റ്റ്, ഫിലോസഫിക്കൽ ടെക്സ്റ്റുകളിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ളത്. അതിന്റെ അവസാനം, വേസ്റ്റ് ലാൻഡിന്റെ അവസാനം നമുക്ക് പറയുന്ന പോലെ ഓം വെസ്റ്റ് ആണ് വരുന്നത്, 3 വാക്കുകൾ അടുപ്പിച്ച് പറഞ്ഞുകൊണ്ട്. ശാന്തി 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിക്കുന്നത്. ഓക്കെ. ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് നമുക്ക് വേസ്റ്റ് ലാൻഡിൽ കാണാൻ പറ്റും. തൈറേസിയാസ് അവിടെയുണ്ട്, കണ്ണ് കാണാത്ത തൈറേസിയാസ് അവിടെയുണ്ട്. ലേഡി ഉണ്ട് അവിടെ. ഓക്കെ. എലിയറ്റ്സ് എസ്സേ കളക്ഷൻ ദ സീക്രട്ട് വുഡ് 1920 ഇറങ്ങുന്നത് എസ്റ്റാബ്ലിഷ്ഡ് ഹിം ആസ് എ മേജർ വോയിസ് ഇൻ വിച്ച് ക്രിട്ടിക്കൽ ട്രഡീഷൻ? ഫോർമലിസ്റ്റ് ക്രിറ്റിസിസം, ഫോറണർ ഓഫ് ന്യൂ ക്രിറ്റിസിസം. ഓക്കെ. ദ സീക്രട്ട് വുഡ് ഇൻക്ലൂഡിങ്, അതിലാണ് ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച എസ്സേ വരുന്നത്. ഓക്കെ. Ezra Pound was a founding figure of which early 20th century poetic movement emphasizing precise imagery and economy of language? ഇമേജിസത്തിലാണ് അദ്ദേഹം വരുന്നത്. എസ്ര പൗണ്ടിലേക്ക് മാറി. എസ്ര പൗണ്ട് എലിയറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടുപ്പമുള്ള കൂട്ടുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ എസ്ര പൗണ്ടാണ് എലിയറ്റിന്റെ ദ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്ന 2000-ലധികം വരികളുള്ള ഒരു വലിയ കവിതയെ എഡിറ്റ് ചെയ്ത് 434 വരികളുള്ള ഒരു കവിതയാക്കി മാറ്റുന്നത്. ഓക്കെ. അതിന്റെ പേരിൽ എലിയറ്റ് നമ്മുടെ എസ്ര പൗണ്ടിനെ വിളിക്കുന്നതാണ് ഇൽ മിക്ലിയോർ ഫാബ്രിയോ എന്ന് പറയുന്ന വാക്ക്. ദ ബെസ്റ്റ് ക്രാഫ്റ്റ്സ്മാൻ എന്ന് പറയുന്നു, ബെറ്റർ ക്രാഫ്റ്റ്സ്മാൻ. ഇപ്പൊ ഇമേജസിലാണ് എസ്ര പൗണ്ട് എന്തായാലും വരുന്നത്. ആരൊക്കെയാണ് ഇനി അതിൽ കൂടുതലായി വരുന്നത്? അലോങ് വിത്ത് HD ആൻഡ് റിച്ചാർഡ് ആൽബിംഗ്ടൺ. 1910 ശേഷമാണ് ഈ ഇമേജിസം എന്നൊക്കെ പറയുന്നത് വരുന്നത്. കാരണം എന്താ, അവിടെ മോഡേണിസ്റ്റ് എലമെന്റ്സ് വരാൻ തുടങ്ങി. ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ അന്നുണ്ടായിരുന്ന ഈ വീടുകൾ, ആർക്കിടെക്ചർ, അതുവരെ മാറാൻ തുടങ്ങി. ഓക്കെ. അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കൊടുത്താൽ കാണാൻ പറ്റും. ആ ഒരു കാലഘട്ടത്തിലുള്ള വീടുകൾ എന്ന് മാത്രമല്ല പറയുന്നത്, അവിടുത്തെ ആ ബിൽഡിങ്സിന്റെ പോലും, പെയിന്റിങ്ങിന്റെ പോലും, പെയിന്റിംഗ് ഒക്കെ പറയുമ്പോൾ ഓൾറെഡി നമ്മൾ വന്നു. ബിൽഡിംഗ് ഒക്കെ പറഞ്ഞ സാധാരണ ഒരു മനുഷ്യന്റെ ഒരു ക്രിയേറ്റിവിറ്റി ആണല്ലോ. Pound's famous 2-line imagist poem comparing faces in a crowd to petals on a wet bow is titled In a Station of the Metro. Okay. അത് നല്ലൊരു കവിതയാണ്, സൂപ്പർ കവിതയാണ്. കുറച്ച് വരികൾ മാത്രമേ ഉള്ളൂ. ഇമേജിസ്റ്റ് ഐഡിയ വെച്ച് ഉണ്ടാക്കിയതാണ്. പൗണ്ട്സ് ലൈഫ് ലോങ് ultimately unfinished long poem composed of over 100 sections is titled The Cantos. Okay. ഫ്രാഗ്മെന്ററി എപ്പിക് ഫ്രം അറൌണ്ട് 1915 തൊട്ട് അദ്ദേഹത്തിന്റെ മരണകാലം വരെ അദ്ദേഹം എഴുതിയിട്ട് അൺഫിനിഷ്ഡ് ആയിട്ടുള്ളതായിരുന്നു. അതിന് ഏകദേശം ഇത്രയുണ്ടെന്നാ പറയണേ, 100 സെക്ഷൻസ് ഉണ്ടായിരുന്നു എന്ന് പറയും. Pound played a crucial editorial role in shaping which major modernist poem by drastically cutting its original draft? ഞാൻ പറഞ്ഞതാണ് ഇവിടുത്തെ ചോദ്യം വന്നിരിക്കുന്നത്. T.S. Eliot's വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ. ഇൽ മിഗ്ലിയോർ ഫാബ്രോ എന്ന് പറയുന്നത് അത് അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇൽ മിഗ്ലിയോർ ഫാബ്രോ എന്നാണ് ആരെ വിളിച്ചത്? എലിയറ്റ് പൗണ്ടിനെ വിളിക്കുന്നത്, എസ്ര പൗണ്ടിനെ വിളിക്കുന്നത്. പൗണ്ട്സ് കൊളാബറേഷൻ വിത്ത് പെയിന്റർ ആൻഡ് റൈറ്റർ വിൻഡ്ഹാം ലൂയിസ് ലെഡ് ടു ദ ഫൗണ്ടിങ് ഓഫ് വിച്ച് അവൻഗാർഡ് മൂവ്മെന്റ് ഓർ ജേണൽ? വോട്ട്സിസം ഓർ ബ്ലാസ്റ്റ് എന്ന് പറയുന്നതാണ് അതിന്റെ കൃത്യമായ ആ ജേണലിന്റെ പേരെന്ന് പറയുന്നത്. പേര്. ഓക്കെ. പൗണ്ട് മൂവ്മെന്റിലൂടെ കൊണ്ടുവന്നതാണ് വോട്ട്സിസം ഓർ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന ജേണൽ. ഓക്കെ. അതൊരു മൂവ്മെന്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. ഒന്ന് മൂവ്മെന്റിന്റെ പേരും ഒന്ന് ജേണലിന്റെ പേരുമാണ്. ഡ്യൂറിംഗ് വേൾഡ് വാർ II, പൗണ്ട്സ് സപ്പോർട്ട് ഫോർ മുസോളിനീസ് റെജീം ലെഡ് ഹിം ടു മേക്ക് പ്രൊപ്പഗാൻഡ ബ്രോഡ്കാസ്റ്റ് ഫ്രം വിച്ച് സിറ്റി? റോം. അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ. മുസോളിനി, ഹിറ്റ്ലർ എന്നൊക്കെ പറയുന്ന ആൾക്കാര് അവർക്ക് വേണ്ടി വാദിച്ച ഒരാളാണ്, പ്രത്യേകിച്ച് മുസോളിനിക്ക് വേണ്ടി വാദിച്ച ആളാണ് പൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. ആഫ്റ്റർ ദ വാർ,
Pound was declared unfit to stand trial for treason and was instead confined for over a decade in St. Elizabeth's Psychiatric Hospital, Washington, DC. അപ്പോൾ പൗണ്ടിനെ പിടിച്ച് എവിടെ ഇടുന്നുണ്ട്? സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ ഇടുന്നുണ്ട്. വാറിന് ശേഷം. ഓക്കെ. While confined, Pound was controversially awarded a major American poetry prize for a section of cantos known as the Peasant Cantos. Peasant Cantos. Okay. Controversially awarded ആണ്. Okay. The Peasant Cantos won the first Bollingen Prize in 1949. അപ്പോൾ അതിന് കിട്ടിയ അവാർഡിന്റെ പേര് ബോളിംഗൻ പ്രൈസ് എന്നുള്ളതാണ് 1949. കാരണം ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയാണ് അദ്ദേഹം ഫാസിസ്റ്റ് നിലപാടുകൾ എടുത്തിട്ടുണ്ടായിരുന്നു മുസോളിനിക്കൊക്കെ വേണ്ടിയിട്ട്. ആര്? പൗണ്ട്. അപ്പൊ അതിന്റെ പേരിൽ അദ്ദേഹത്തിനെ കൺഫൈൻ ചെയ്യുന്നുണ്ട്, ജയിലിൽ അടയ്ക്കുന്നുണ്ട്, വയ്യ, തലക്ക് പ്രാന്താന്ന് പറയുന്നുണ്ട്, എന്നാലും അവാർഡ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പൗണ്ട്സ് early manifesto laying out core imagist principles is titled Imagist Principle പറയുന്ന ഏതാണ്? A few dawns by an imagist. ഓക്കെ. 1913 ഇറങ്ങുന്നത്. Beyond his own poetry, Pound is widely credited for his influential role in promoting and editing the early careers of Eliot and James Joyce. ജെയിംസ് ജോയ്സിന്റെയും ഇതുപോലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് യുലീസസ് എന്ന് പറയുന്നതാണ്. 1922 തന്നെ ഇറങ്ങുന്ന യുലീസസ്. യുലീസസ് പ്രധാനമായിട്ടും ഇതിൽ ഒരു പ്രത്യേക കാറ്റഗറിയിൽ എഴുതുന്ന സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നതിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു ബുക്കാണ്. ഓക്കെ. ജോയ്സ് ഷോർട്ട് സ്റ്റോറി കളക്ഷൻ ഡബ്ലിനേഴ്സ്, അത് ഫേമസ് ആണ്. ജെയിംസ് ജോയ്സിന്റെ ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. എസ്രാ പൗണ്ടിന്റെ ചോദ്യമല്ല. ജെയിംസ് ജോയ്സിന്റെ സ്റ്റോറി കളക്ഷൻ ഡബ്ലിനേഴ്സ് 1914 കൺക്ലൂഡ്സ് വിത്ത് വിച്ച് അക്ലൈംഡ് സ്റ്റോറി ഡീലിംഗ് വിത്ത് ആൻ എപ്പിഫാനി അറ്റ് എ ക്രിസ്മസ് പാർട്ടി. ദ ഡെഡ് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. കൺക്ലൂഡ്സ് വിത്ത് വിച്ച് അക്ലൈംഡ് സ്റ്റോറി? ദ ഡെഡ്. അതാണ് അതിന്റെ ഉത്തരം. ദ ഡെഡ്. ഓക്കെ. The story culminates in Gabriel Conroy's revelatory meditation on mortality and love, widely regarded as one of the greatest short stories in English. അപ്പോൾ ഇതിലെ നായകനായിട്ടുള്ള ദ ഡെഡ് എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയിലെ നായകനായിട്ടുള്ള ഗബ്രിയൽ കോൺട്രോയുടെ ഒരു മെഡിറ്റേഷനിലൂടെയാണ് ഇത് നിൽക്കുന്നത്. എപ്പിഫാനിക് മൊമെന്റ് എന്ന് പറയാനുള്ള തിരിച്ചറിവ് വരുന്ന മൊമെന്റ്. ജോയ്സ്, ജെയിംസ് ജോയ്സ്, വിൽഡൻസ്ട്രോമൻ, പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ. അതിൽ പ്രധാനപ്പെട്ട ക്യാരക്ടർ ആരാണ്? സ്റ്റീഫൻ ഡെഡാലസ് ആണ്. സ്റ്റീഫൻ ഡെഡാലസ്. പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ. ജെയിംസ് ജോയ്സ് നോവൽ യുലീസസ് റീവർക്സ് ദ സ്ട്രക്ചർ ഓഫ് വിച്ച് ക്ലാസിക്കൽ എപ്പിക്? ഹോമേഴ്സ് ഒഡീസിയിൽ നിന്നാണ് യുലീസസ് വരുന്നത്. ജെയിംസ് ജോയ്സിന്റെ യുലീസസ് വരുന്നത് ഹോമറിന്റെ ഒഡീസിയിൽ നിന്നാണ്. ഓക്കെ. Ulysses unfolds over a single day, June 16, 1904, now celebrated annually by Joyce enthusiasts as Bloom's Day. കാരണം അതിലുള്ള നായകന്മാരുടെ പേരൊക്കെ ബ്ലൂം വെച്ചിട്ടാണ് വരുന്നത്. ബ്ലൂം. അപ്പോൾ ഈ കഥ നടക്കുന്ന, അതായത് യുലീസസ് എന്ന് പറയുന്ന നോവൽ എഴുതിയിട്ടുള്ള കഥ നടക്കുന്ന ആ ഒരു നോവലിന്റെ പശ്ചാത്തലം ഒരു സിംഗിൾ ഡേയിലാണ്. അത് ജൂൺ 16 1904 നടക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ജെയിംസ് ജോയ്സ് എഴുതുന്നത് ഈ കഥ. അപ്പൊ അതിലുള്ള നായികയും നായകന്റെയൊക്കെ പേര് ഈ ബ്ലൂം എന്ന് പറയുന്ന ഒരു ഇതിലുള്ളതാണ്. അതുകൊണ്ട് ആ ദിവസം ജൂൺ 16 എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ബ്ലൂംസ് ഡേ എന്ന് പറയുന്നുണ്ട്. കാരണം ഇതിലത്തെ നായകൻ പ്രൊട്ടഗോണിസ്റ്റിന്റെ പേര് ലിയോപോൾഡ് ബ്ലൂം എന്നുള്ളതാണ്. ലിയോപോൾഡ് ബ്ലൂം. ഓക്കെ. Ulysses was first published in book form in Paris in 1922 by Beach pioneering bookseller and publisher Sylvia Beach. ഷേക്സ്പിയർ ആൻഡ് കമ്പനി എന്നുള്ളതിന്റെ പേരിൽ ആണ് അവർ ആദ്യമായിട്ട് ഇറക്കുന്നത്. പക്ഷെ ഈ നോവലിന് ഒബ്സീനിറ്റി ചാർജസ്, അതായത് സെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയുന്നു എന്നുള്ള രീതിയിലുള്ളത് കൊണ്ട് അവിടെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. The closing chapter of Ulysses, ജെയിംസ് ജോയ്സ് എഴുതിയ യുലീസസ്, presenting Molly Bloom's unpunctuated internal monologue, refers to by its
ഹോമറിക് പാരലൽ ആസ് പെനലോപ്പ് എപ്പിസോഡ്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു ലിയോപോൾഡ് ബ്ലൂം ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ അടുത്ത ഒരു ബ്ലൂമിന്റെ പേരാണ് മോളി ബ്ലൂം എന്ന് പറയുന്നത്. അവരുടെ ഇന്റേണൽ മോണലോഗ്, അവർ സ്വയം പറയുന്നതിനെ ഏതുമായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്? പെനലോപ്പ് എപ്പിസോഡ്. ഓക്കെ, ഇനി എന്ത് പറഞ്ഞിട്ടാണ് ഈ ഒരു ഇന്റേണൽ മോണലോഗ് അവസാനിപ്പിക്കുന്നത്? യെസ്, ഐ സെഡ് യെസ്, ഐ വിൽ യെസ്. ഓക്കെ, ക്ലോസസ് ദ നോവൽ ഇൻ എ സെലിബ്രേറ്റഡ് ഡിസ്പ്ലേ ഓഫ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്. ഇതിന്റെ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു യുലീസസ് എഴുതുന്നത് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്സിലാണ്. എന്നാൽ എങ്ങനെയാണ് ഇത് അവസാനിക്കുന്നത്? അതിൽ വേറെ ഒരു ബ്ലൂം എന്ന് പറയുന്ന ക്യാരക്ടറിലുള്ള മോളി ബ്ലൂം എന്ന് പറയുന്നുണ്ട്. ഐ വിൽ യെസ് എന്ന് പറയുന്ന ഒരു പങ്ക്ച്വേറ്റഡ് ലൈനോട് കൂടിയാണ് അത് അവസാനിക്കുന്നത്. ഓക്കെ, ഇത് എവിടുന്ന് ഏതുമായിട്ടാണ് റെഫർ ചെയ്തിരിക്കുന്നത്? പെനലോപ്പ് എപ്പിസോഡുമായിട്ടാണ്. ഹോമറിന്റെ പെൻലോപ്പിനെ നിങ്ങൾക്ക് അറിയാമല്ലോ, അതൊന്ന് റെഫർ ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. 1933, a landmark US court, ruling by Judge M, lifted the obscenity ban on which Joyce novel, Ulysses, ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയതാണ്. അത് ഒബ്സീൻ ആയിട്ടുള്ള, സെൻഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളെ അഡ്രസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അതിനെന്ത് ചെയ്യുന്നുണ്ട്? ബാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് 1933 ആ ബാൻ എടുത്ത് കളയുന്നുണ്ട്. Joyce's final, highly experimental novel, noted for its multilingual wordplay and circular narrative structure, is titled Finnegan's Wake. ഓക്കെ, ഇത് 1939 ഇറങ്ങുന്നത്. Joyce is credited with developing the literary concept of the epiphany, referring to a sudden moment of spiritual revelation in ordinary life. എപ്പിഫാനിക് മൊമെന്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു പ്രത്യേക സന്ദർഭത്തിൽ പ്രത്യേക കാര്യം കാണുമ്പോഴോ കേൾക്കുമ്പോഴോ നമുക്കൊരു ഒരു ഒരു ബോധോദയം വരും. അതിനെയാണ് എപ്പിഫാനിക് മൊമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, Joyce spent most of his adult life living in voluntary exile across which European cities? Brest, Zurich and Paris. Okay. വോൾഫ്സ് നോവൽ, ഇവിടെ വിർജീനിയ വോൾഫിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. വിർജീനിയ നോവൽ ഒർലാൻഡോ, എ ബയോഗ്രഫി, 1928 ഒർലാൻഡോ വിർജീനിയ വോൾഫ് എഴുതുന്നത്. ഫോളോസ് എ പ്രൊട്ടഗോണിസ്റ്റ് ഹു ലിവ്സ് ഫോർ സെഞ്ചുറീസ് ആൻഡ് ഫേമസ്ലി അണ്ടർഗോസ് എ ചേഞ്ച് ഓഫ് സെക്സ് ഫ്രം മാൻ ടു വുമൺ. അത് നല്ല ഒരു അന്നത്തെ കാലത്ത് ഇറങ്ങിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോവലാണ്. കാരണം അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് തീം നോവൽസ് ഒന്നും അന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ദ നോവൽ ഫോളോസ് ഓർലാൻഡോ അക്രോസ് 4 സെഞ്ചുറീസ്. 4 സെഞ്ചുറീസ് അദ്ദേഹം വരുന്നുണ്ട് എന്നാണ് പറയുന്നത്, ജീവിച്ചിരിക്കുന്നുണ്ട്. ചേഞ്ചിങ് ഫ്രം എ മാൻ ടു വുമൺ പാർട്ട് വേ ത്രൂ. ഓക്കെ, അപ്പോൾ മാനിൽ നിന്ന് വുമണിലേക്കുള്ള ഒരു ചേഞ്ച് കാണിക്കുന്ന തരത്തിലുള്ള ഒരു നോവൽ 1928 എഴുതണമെങ്കിൽ വൂൾഫ് എത്രത്തോളം ഇന്റലിജന്റ് ആൻഡ് ബ്രേവ് ആയിരുന്നു. വൂൾഫ്സ് ഹൈലി എക്സ്പെരിമെന്റൽ നോവൽ ദ വേവ്സ് 1931 ഇറങ്ങിയത്. ഈ സ്ട്രക്ചേർഡ് around the interwoven soliloquies of 6 characters across their lives. Okay. The waves. Okay. 6 ക്യാരക്ടേഴ്സ് അങ്ങനെ ഇങ്ങനെയും പറയുന്ന സോളിലോക്വീസിലൂടെയാണ് കടന്നു പോകുന്നത്. In her essay, Modern Fiction, Woolf criticizes Edwardian novelists like Arnold Bennett and H.G. Wells as. അപ്പോൾ ഫസ്റ്റ് ചോദ്യം, മോഡേൺ ഫിക്ഷൻ എഴുതിയത് ആര്? വിർജീനിയ വൂൾഫ്. വിർജീനിയ വൂൾഫ് ഇതിൽ ആക്രമിക്കുന്നത് ആരെയൊക്കെ, ക്രിട്ടിസൈസ് ചെയ്യുന്നത് ആരെയൊക്കെ? അർണോൾഡ് ബെന്നത്തിനെയും H.G. വെൽസിനെയും. എന്ത് പറഞ്ഞിട്ടാണ് പറയുന്നത്? മെറ്റീരിയലിസ്റ്റ്. ഇവരൊക്കെ മെറ്റീരിയലിസ്റ്റ് ആണ്. ഫോക്കസ്ഡ് ഓൺ എക്സ്റ്റേണൽ ഡീറ്റെയിൽ ഓവർ ഇന്നർ ലൈഫ്. Virginia and Leonard Woolf founded which publishing house in 1917, which went on to publish major modernist works? The Hogarth Press. ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഈ പ്രസ് ഫൗണ്ട് ചെയ്തത് ആരാണ്? ഓക്കെ, വിർജീനിയ വൂൾഫ് ഡൈഡ് ഇൻ 1941 ബൈ സൂയിസൈഡ്. വൂൾഫ് സൂയിസൈഡ് ചെയ്യുന്ന 1941, ഡ്രൗണിങ് ഹെർസെൽഫ് ഇൻ വിച്ച് റിവർ നിയർ ഹെർ ഹോം. ദ റിവർ ഓസ് നദിയിലാണ് അവർ സ്വയം ചാടി മരിക്കുന്നത്. ഡ്രോൺ ഹെർസെൽഫ് എന്നാ പറയുന്നത്. ആരും ഉന്തിയിട്ടതൊന്നുമല്ല, അവരായിട്ട് പോയി മരിക്കുന്നതാണ്. സസെക്സിൽ 1941. വൂൾഫ്സ് polemical essay
ത്രീ ഗിനിയാസ് 1938 ഇറങ്ങിയത്. അഡ്രസ്സസ് ദ കണക്ഷൻസ് ബിറ്റ്വീൻ പാട്രിയാർക്കി ആൻഡ് വാർ ആൻഡ് മിലിറ്ററിസം. ഏകദേശം എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കുന്ന. പാട്രിയാർക്കി എന്താ പ്രശ്നം? മാട്രിയാർക്കിയിലും പ്രശ്നമുണ്ട്. വാർ അതിനേക്കാൾ പ്രശ്നമാണ്. മിലിറ്ററീസ് അതിനേക്കാൾ പ്രശ്നമാണ്. എല്ലാം പ്രശ്നമാണ്. എന്താണ് ഈ എസ്സേയിൽ പറയുന്നത്? ത്രീ ഗിനിയാസിൽ They argues that women's exclusion from power and profession is linked to the patriarchal structures that also produce war. Linked, linked to the patriarchy. പാട്രിയാർക്കിയിലേക്ക് കണക്ട് ചെയ്യുന്നവരെ മാറ്റി നിർത്തുമ്പോൾ സ്ട്രക്ചേഴ്സ് ദാറ്റ് ആൾസോ പ്രൊഡ്യൂസ് വാർ. ഇതെല്ലാം ഒരേ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. Woolf's final novel, published posthumously in 1941, set around English country house Pageant is titled. അപ്പോൾ മരണത്തിന് ശേഷം പോസ്റ്റ്മസ്ലി പബ്ലിഷ് ചെയ്ത 1941 വന്ന വോൾഫിന്റെ നോവൽ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിറ്റ്വീൻ ദ ആക്ട്സ്. The novel depicts a village pagan on the eve of World War II. രണ്ടാമത്തെ ലോകമഹായുദ്ധത്തിന്റെ ഈവനിങ്ങിൽ. Woolf's last completed war before her death. Woolf's novel Jacob's Room 1922 ഇറങ്ങുന്നത് is notable for its innovative techniques of what? Constructing him. ആര്? Jacob's Room. Jacob. Constructing him mainly through others' impressions. മറ്റുള്ളവരുടെ ഇംപ്രഷനിലൂടെ ഇയാളെ ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള ശ്രമമാണ് ജേക്കബ്സ് റൂമിൽ വോൾഫ് 1922 നോവലിലൂടെ കണക്കാക്കുന്നത്. ജേക്കബ് ഹിംസെൽഫ് റിമെയിൻസ് elusive. The novel constructs his character indirectly through fragments and the perspectives of those around him. Woolf's close relationship with which fellow writer and aristocrat inspired the fantastical ships of Orlando. Vita Sackville best. Woolf's close relationship with which fellow writer? Okay. ആരാ? വിറ്റ സാക്വിൽ വെസ്റ്റ് എന്നുള്ളതാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. Woolf's fiction, like Joyce's, pioneered which technique for rendering a character's continuous flow of thought? Stream of consciousness. നമ്മൾ പറഞ്ഞു തീർത്തതാണ് അല്ലെ? ജെയിംസ് ജോയ്സിൽ പറഞ്ഞിട്ടുണ്ടോ? പോർട്രേറ്റ് ആസ് എ യങ് മാൻ എന്ന് പറയുന്ന നോവലിൽ വരുന്നുണ്ട്. ഇവിടെയും കാണാം. ആസ് ഇൻ മിസ്സിസ് ഡലോവേ ആൻഡ് ടു ദ ലൈറ്റ് ഹൗസ്. ഇത് രണ്ടും അവരുടെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ടെക്നിക്കിൽ എഴുതപ്പെട്ട വർക്കുകൾ, നോവലുകൾ ആണ്. ആരുടെ? വിർജീനിയ വൂൾഫിന്റെ. ഡി.എച്ച്. ലോറൻസ് ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ സൺസ് ആൻഡ് ലവേഴ്സ് 1913 എഴുതപ്പെടുന്നു. സെന്റേഴ്സ് ഓൺ ദ ഇന്റൻസ് പൊസസീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പോൾ മോറൽ ആൻഡ് ഹിസ് മദർ. ഇതുകൊണ്ടാണ് ഈ നോവൽ ബാൻ ചെയ്യപ്പെടുന്നത്. സൺസ് ആൻഡ് ലവേഴ്സ്, അമ്മയും മകനുമായിട്ടുള്ള ബന്ധം. ഓക്കെ, സൺസ് ആൻഡ് ലവേഴ്സ്. ഇതിനെ ക്രോസ് റെഫർ ചെയ്തിട്ട് ഇഡിപ്പൽ കോംപ്ലക്സിൽ കൂടെയൊക്കെ കാണാൻ ശ്രമിക്കുന്നുണ്ട്, നമുക്കറിയാം അല്ലേ? ഹാംലെറ്റിലൊക്കെ പറയുന്ന ഇഡിപ്പസ് കോംപ്ലക്സ്. ലോറൻസ് നോവൽ ദ റെയിൻബോ 1915 was banned and prosecuted for obscenity shortly after publication, dealing frankly with sexuality, desire across 3 family generations. Okay. അപ്പൊ ഇദ്ദേഹത്തിന്റെ കുറെ നോവലുകൾ ബാൻ ചെയ്യപ്പെടുന്നുണ്ട്. കുറെ എന്ന് പറഞ്ഞാൽ 500 എണ്ണമൊന്നുമില്ല. എന്നാലും അദ്ദേഹം ഇതിൽ ഒബ്സീനിറ്റി, സെൻഷ്വാലിറ്റി ഒക്കെ കൂടുതലായി വരുന്നതുകൊണ്ട് 1915 ഇത് ബാൻ ചെയ്യപ്പെടുന്നതെന്ന് ആലോചിക്കണം. അന്ന് പ്രോപ്പറായിട്ട് ഇവിടെ ഒന്നുമില്ല. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുക. ഗാന്ധിജി ഇന്ത്യയിൽ വന്നിട്ടേ ഉള്ളൂ. 1921 മലബാർ കലാപമൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ആലോചിക്കുമ്പോൾ എല്ലാം ഇങ്ങനെ ആലോചിച്ചാൽ നമുക്കൊരു കണക്ഷൻ കിട്ടും. എന്തുകൊണ്ട് ബാനായി? 1915 അത് എഴുതുന്നത്. അത്രയും ഓൾഡ് ആയിട്ടുള്ളതാണ്. ലോറൻസ് നോവൽ വിമൻ ഇൻ ലവ് 1920 A sequel to The Rainbow follows romantic lives of 2 sisters named Ursula and Gudrun Bangman. അവിടെയും കാണാം ഫീമെയിൽ ലവിനെ കുറിച്ച്. ഓക്കെ, ലെസ്ബിയൻ ലവിനെ കുറിച്ച് അവിടെ പറയുന്നത് കാണാം. ലോറൻസ് മോസ്റ്റ് നൊട്ടോറിയസ് നോവൽ, privately printed in Italy in 1928 and banned in Britain for 3 decades, is Lady Chatterley's Lover. The novel explicit sexual content
led to its ban in Britain until the landmark of 1960 obscenity trial permitted its publication. 30 വർഷത്തോളം അത് ബാൻ ചെയ്തു ബ്രിട്ടനിൽ. എന്തുകൊണ്ട്? ഒബ്സീനിറ്റി അല്ലെങ്കിൽ സെക്ഷൽ കണ്ടന്റ്, പ്യുവർ സെക്ഷൽ കണ്ടന്റ് എഴുതിയത് കൊണ്ടാണ് എന്ത് വരുന്നത്? ലേഡി ചാറ്റർലീസ് ലവർ ബാൻ ചെയ്യപ്പെടുന്നത് ബ്രിട്ടനിൽ. ഇത് പ്രിന്റ് ചെയ്യുന്നത് ഇറ്റലിയിൽ വെച്ച്. പുള്ളിക്ക് അന്നേ അറിയായിരുന്നു ഇത് മുടക്കും എന്നുള്ള കാര്യം. ഓക്കെ. The 1960 British obscenity trial that permitted the publication of Chatterley's Love was brought against Penguin Books. Okay. Penguin Books-നാണ് കിട്ടിയിട്ടുള്ളത്. Lawrence short story The Rocking Horse Winner centers on a boy who can predict horse race winners while riding his back rocking horse. ഇത് നമ്മൾ പഠിച്ചിട്ടില്ലായിരിക്കും, ഡിഗ്രി ഒക്കെ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഒരു പയ്യൻ, കുഞ്ഞു പയ്യൻ, അവന് ഇതിന്റെ നമ്മൾ ഈ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന കുതിരയുടെ മുകളിൽ ഇരുന്ന് ഇങ്ങനെ ആടുമല്ലോ. അപ്പൊ അവൻ പറയും ഇന്നത്തെ ഇതിൽ ആര് ജയിക്കും, കുതിര പന്തയത്തിൽ ആര് ജയിക്കും. അപ്പൊ അവൻ പറയുന്നതൊക്കെ ശരിയായി വരുന്നതാണ് ഈ ഷോർട്ട് സ്റ്റോറിയുടെ ചെറിയൊരു സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ത് ചെയ്യുന്നുണ്ട്, ഇവർക്ക് പൈസ കിട്ടും തോറും ചെക്കനെ കൊണ്ട് വീണ്ടും വീണ്ടും പറയാൻ ശ്രമിക്കുകയും അവന് വയ്യാതാവുകയാണ് അതിന്റെ എൻഡിങ് എന്ന് പറയുന്നത്. ലോറൻസ് ഫിക്ഷൻ ഫ്രീക്വന്റ്ലി ഡെപിക്ട്സ് ദ ഡിസ്ട്രക്റ്റീവ് ഇമ്പാക്ട് ഓഫ് വിച്ച് പ്രോസസ് ഓൺ റിലേഷൻഷിപ്സ് ആൻഡ് നേച്ചർ. ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് അവിടെ പറയുന്നത്. ഓക്കെ. ഇംഗ്ലണ്ട്സ് alienating effects on intimacy, vitality, and natural world. Lawrence restless later travels across Italy, Australia, New Mexico, and Mexico are often called his savage pilgrimage. Okay. കാരണം എന്തിനാ അദ്ദേഹം പോകുന്നതെന്ന് പറയുന്നത്? ഫോർ വൈറ്റൽ അൺസ്പോയിൽഡ് കൾച്ചേഴ്സ് ആൻഡ് ലാൻഡ്സ്കേപ്സ് ഔട്ട്സൈഡ് ഇൻഡസ്ട്രിയൽ യൂറോപ്പ്. അപ്പൊ യൂറോപ്പ് മാത്രം കണ്ടു വളർന്ന ഒരാൾക്ക് പുതിയൊരു സ്ഥലത്തേക്ക് പോകണം, അൺസ്പോയിൽഡ് കൾച്ചേഴ്സ് കാണണം എന്നുള്ള ആഗ്രഹത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഇറ്റലിയും ഓസ്ട്രേലിയയും ന്യൂ മെക്സിക്കോയും മെക്സിക്കോയിലൊക്കെ സാവേജ് പിൽഗ്രിമേജ് എന്നറിയപ്പെടുന്ന ഒരു പേരിൽ യാത്ര നടത്തുന്നത്. അത് അയാളുടെ പേരല്ല, പിന്നീട് വന്ന പേരാണ്. ലോറൻസ് ക്രിട്ടിക്കൽ സ്റ്റഡി examining American literary figures like Melville, Whitman and Poe is titled. ക്രിട്ടിക്കൽ സ്റ്റഡിയുടെ പേര് ആരെ പഠിച്ചത്? അമേരിക്കൻ ഫിഗേഴ്സിനെ. ആരൊക്കെയാ? മെൽവിൽ, വിറ്റ്മാൻ, പോ. പോന്റെ പ്രധാനപ്പെട്ട ഒരു വർക്കിന്റെ പേരാണ് റേവൻ എന്ന് പറയുന്നത്. വിറ്റ്മാന്റെ ഇത് ഗ്രാസ് എന്ന് പറയുന്ന, ഫുൾ നെയിം മറന്നുപോയി, സോറി. മെൽവിലിന്റെ ആണ് മോബി ഡിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് വരുന്നത്? സ്റ്റഡീസ് ഇൻ ക്ലാസിക് അമേരിക്കൻ ലിറ്ററേച്ചർ. ഓക്കെ. ഇത് 1923 പബ്ലിഷ് ചെയ്യുന്നത്. ലോറൻസ് പോയട്രി കളക്ഷൻ എക്സ്പ്ലോറിംഗ് ദ വൈറ്റൽ സിംബolic ലൈഫ് ഓഫ് ദ നാച്ചുറൽ വേൾഡ് ഇൻക്ലൂഡിംഗ് ദ പോയം സ്നേക് is titled Birds, Beasts and Flowers. ഓക്കെ. 1923 ഇറങ്ങുന്നതാണ്. നേച്ചർ പോയമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. സോ ഇന്നത്തെ പ്രഭാഷണ പരമ്പര ഞാനിവിടെ നിർത്തുകയാണ്. 2-3 ദിവസം കൂടിയുള്ളൂ പഠിക്കാൻ. നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയുക. സർ, എൻ്റെ പ്രിയപ്പെട്ട ഒരു സ്റ്റുഡൻ്റ് ആരാന്നറിയില്ല, എനിക്ക് ഗോപിക എന്നുള്ള പേരിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, സൈസ് വലുതാക്കാൻ പറ്റുമോ എന്നുള്ളത്. കാരണം അത് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ ഹാവ് ഡൺ ഫോർ ഇറ്റ്. നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു സജഷൻ ആയിരുന്നു. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം, കമൻറ്റ് ചെയ്യാം. മോറോവർ ഏതെങ്കിലും ഓത്തർ അല്ലെങ്കിൽ വർക്ക് വേണമെന്നുണ്ടെങ്കിൽ 2-3 ദിവസം കൂടിയേ ഉള്ളൂ. സോ യു ക്യാൻ കമൻറ്റ്. ഓക്കെ. ഇഷ്ടമായെങ്കിൽ യു ലൈക്ക് വാട്ട് യു ലൈക്ക്. ഓക്കെ. ഒന്നുമില്ലെങ്കിലും പഠിക്കുന്ന ഒരു കൂട്ടുകാരന് ഒന്ന് അയച്ചു കൊടുക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യാം. ഓക്കെ. സോ നാളെ കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട്. ബൈ ബൈ ആൻഡ് സീ യു.